ഫാമിലി, ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വീട്ടിലെ ഓണാഘോഷങ്ങളാണ്. അപ്പോൾ ആദ്യം തന്നെ ട്രാൻസിഷനൊക്കെ ഇട്ട് സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ എന്താണ്, നമ്മൾ പുറത്ത് പോകാൻ വേണ്ടി ഇറങ്ങുകയാണ്. ഒരു പരിപാടിയുണ്ട്, ഒരു എന്താ പറയുക, പാലുകാച്ചൽ ഫങ്ഷൻ ഉണ്ട്. അപ്പോൾ അതിനു വേണ്ടി പോവുകയാണ്. അപ്പോൾ ഗെറ്റ് റെഡി വിത്ത് മീ ഞാൻ ഇട്ടിട്ടുണ്ട്. ആദ്യം തന്നെ കൺമഷിയൊക്കെ നല്ലപോലെ എഴുതി കൊടുക്കുന്നുണ്ട്. പിന്നെ പൗഡർ വെച്ച് കൊടുക്കുന്നുണ്ട്. എൻ്റെ കയ്യിൽ പ്രത്യേകിച്ച് മേക്കപ്പ് ഒന്നും ഉണ്ടാവില്ല. പൗഡർ പിന്നെ ഒരു പൊട്ടൊക്കെ വെച്ച് കൊടുത്തിട്ട് എന്തൊക്കെയോ കാണിക്കുന്നുണ്ട്, ക്യൂട്ട്നെസ്സൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് കമ്മലൊക്കെ ഇട്ടിട്ടുണ്ട്. ഇനി ഹെയർ സ്റ്റൈലാണ് കെട്ടുന്നത്. 1-2 ഹെയർ സ്റ്റൈൽ ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട്. പക്ഷേ ഒരു ഹെയർ സ്റ്റൈലാണ് ഈ വീഡിയോയിൽ ആഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഏകദേശം റെഡി ആയിട്ടോ ഗൈസ്. അപ്പോൾ ആദ്യം ചെയ്യുന്ന ഹെയർ സ്റ്റൈലായിരുന്നു ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു ചെറിയ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു, വെറുതെ എടുത്തതാണ്. അപ്പോൾ ഇവിടെ ഇന്നും പ്രോഗ്രാമൊക്കെ നടക്കുന്നുണ്ട്. അതിൻ്റെ ഒരു സൗണ്ടും ഡിസ്റ്റർബൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ മുടി കെട്ടുന്നതിന് മുന്നേ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. അതും ഇതും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ആഡ് ചെയ്തിരിക്കുന്നത്. ഞാൻ എന്തോ പറയാൻ ഉദ്ദേശിച്ചിട്ടുണ്ട്, പുറത്ത് പോകണം എന്നാണ് പറയാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഏകദേശം ഇറങ്ങി, അതിരാവിലായിരുന്നു ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇറങ്ങി അവിടെ എത്തി പാലുകാച്ചലൊക്കെ കണ്ടു. പ്രത്യേകിച്ചൊന്നുമല്ല, ചെറുതായിട്ട് പാലുകാച്ചലൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആരും ഉണ്ടായിരുന്നില്ല, ഞങ്ങൾ 4-5 പേര് അങ്ങനെ എന്തോ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ അവിടെ നിന്ന് ആ വീട്ടിൽ നിന്ന് കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് കൂട്ടിയിട്ടുണ്ട്. അപ്പോൾ ജനലിൻ്റെ അവിടെയും ഇവിടെയൊക്കെ ആയിട്ട് കിച്ചൻ്റെ അവിടെയൊക്കെ എടുത്തിട്ടുണ്ട് വീഡിയോ. അപ്പോൾ പാല് കുടിക്കണം എന്നാണ് പറയുന്നത്. അതുകൊണ്ട് നല്ല മഴയുണ്ടായിരുന്നു. അപ്പോൾ അവിടുത്തെ സീനറീസൊക്കെ അടിപൊളിയാണ്. അപ്പോൾ അതും കൂടെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ ആ സ്റ്റെപ്പിൻ്റെ അവിടെ അങ്ങനെ ഇങ്ങനെയൊക്കെ കുറേ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഓണത്തിന് പ്രത്യേകിച്ച് പരിപാടികളൊന്നുമില്ല. തിരുവോണത്തന്ന് സദ്യയുണ്ട്. ഉത്രാട ദിവസമായിരുന്നു. അപ്പോൾ എന്തൊക്കെയോ വീഡിയോ എടുത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ റീൽസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു ഞങ്ങൾ. എൻ്റെ ഫ്രണ്ട്സ്, അതായത് എൻ്റെ 1-2 കസിൻസ് ഉണ്ടായിരുന്നു. അവർ അവിടെ സെപ്പറേറ്റ് വീഡിയോ എടുക്കണം, ഞാൻ ഇവിടെ സെപ്പറേറ്റ് വീഡിയോ എടുക്കണം. അപ്പോൾ രാവിലത്തെ ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോകാൻ വേണ്ടി നിൽക്കുകയായിരുന്നു. അപ്പോൾ വീട്ടിൽ പോകാൻ ബസ്സിലായിരുന്നു പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു എന്താ പറയുക, ഈ പേട എന്നൊക്കെ പറയില്ലേ, ആ സംഭവം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അവിടുത്തെ ഹോട്ടലിൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് വീട്ടിൽ പോയി കുറച്ച് സാധനങ്ങളൊക്കെ എന്താ പറയുക, പെട്ടിയിലാക്കാനും കാര്യങ്ങൾ പാക്ക് ചെയ്യാനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഏകദേശം പാക്ക് ചെയ്ത് വെച്ചു എന്നൊക്കെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നതിൽ. അപ്പോൾ എന്നിട്ട് കുറേ എന്താ പറയുക, ഇങ്ങനത്തെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കും ഞാൻ ഇടയ്ക്കിടയ്ക്ക്. നിങ്ങൾക്കറിയാം എനിക്ക് ഇങ്ങനത്തെ പ്രാന്തൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഐസ്ക്രീമൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. അതുകഴിഞ്ഞ് നമ്മൾ പൂക്കളം, ഇത് തിരുവോണ ദിവസമാണ് കേട്ടോ. പൂക്കളം ഞങ്ങൾ ഇട്ടിട്ടുണ്ടായിരുന്നു. ഞങ്ങളുടെ വീട്ടിൻ്റെ ഫ്രണ്ടിലായിട്ട് കടയുണ്ട്, അവിടെ ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് സദ്യയൊക്കെ കഴിക്കുന്നുണ്ട്. എന്തൊക്കെയോ ഉണ്ടായിരുന്നു, എനിക്ക് അത് എന്തൊക്കെയാണെന്ന് ഓർമ്മയില്ല. ഒരു കുഞ്ഞ് സദ്യയായിരുന്നു. അപ്പോൾ ചോറും സാമ്പാറും എന്താ പറയുക, കുറേ എന്തൊക്കെയോ ഐറ്റംസ് ഉണ്ടായിരുന്നു. എനിക്ക് എന്തൊക്കെയാണെന്ന് ഓർമ്മയില്ല. അതുകഴിഞ്ഞ് നമ്മൾ ഹെയർ സ്റ്റൈലൊക്കെ ചെയ്യുന്നുണ്ട്. ഇത് ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഓൾറെഡി. അപ്പോൾ ഇതൊരു ഹെയർ സ്റ്റൈൽ എനിക്ക് ട്രൈ ചെയ്യണം തോന്നിയിട്ട് ട്രൈ ചെയ്തതാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് രാത്രി നമ്മൾ ഈ ഒരു ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു. എന്തൊക്കെയോ ഉണ്ടായിരുന്നു, ഫ്രൈഡ് റൈസ്, ചോറ്, അങ്ങനെ ചോറായിരുന്നു വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അതായത് ഫ്രൈഡ് റൈസും ന്യൂഡിൽസും ബിരിയാണിയും ആയിരുന്നു വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിച്ചു. പിന്നെ കോളിഫ്ലവർ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് രാത്രിയായപ്പോൾ ഒരു ബിസ്ക്കറ്റും കൂടെ കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മളൊരു കുഞ്ഞ് റീലെടുത്തിട്ടുണ്ടായിരുന്നു അടുത്ത ദിവസം. അപ്പോൾ അതിൻ്റെ ഒരു ട്രാൻസാക്ഷനാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. അപ്പോൾ ഒരു ഹാഫ് സാരിയാണ് എടുക്കാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ അതൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയുണ്ട് ഈ ഔട്ട്ഫിറ്റ് നിങ്ങളുടെ കമൻറ്റ്സിൽ അറിയിക്കുക. നിങ്ങളെല്ലാവരും കണ്ടോ, എന്തൊക്കെയോ കാണിക്കുന്നുണ്ട് ഗൈസ്. അപ്പോൾ ഞാൻ ഇതിലൊരു 2 റീലായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നു. ഒരു റീലും ഒരു ഡാൻസും എന്തോയിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഞാൻ സൂൺ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇതാ ഒരു റീൽ എടുത്തിട്ടുണ്ട്. റീലാണത്, ഡയലോഗാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് ഡാൻസ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്താ പറയുക, പ്രാക്ടീസ് ചെയ്തതൊക്കെ റിയലായിട്ട് കളിക്കാൻ പോവാണ്. അപ്പോൾ അതാണ് ഞാൻ അടുത്ത എന്താ പറയുക സ്റ്റെപ്പായിട്ട് കാണിക്കുന്നത്. കണ്ടോ, അപ്പോൾ നമ്മൾ പാട്ട് ഇതിലിട്ട് കഴിഞ്ഞാൽ കോപ്പിറൈറ്റ് വരുന്നതുകൊണ്ട് ഞാൻ പാട്ട് ആഡ് ചെയ്തിട്ടില്ല. അപ്പോൾ ഓണം മൂഡ് സോങ് അല്ലേ, ആ സോങ്ങാണ് അത്. നിങ്ങൾ ഡാൻസ് കണ്ടാലേ മനസ്സിലാവും ഏത് സോങ്ങാണെന്നുള്ളത്. ഈ വീഡിയോ എടുത്തത് 3-ാം ഓണം ദിവസമാണ് കേട്ടോ. അമ്പലത്തിലൊക്കെ പോയിട്ട് വന്നിട്ട് അങ്ങനെ എടുത്തതാണ്.